മോർണിംഗ് ഗൈസ്. അപ്പോൾ വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ചാനൽ. എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു കൺമണി എന്ന് പറയുന്ന സീരീസിൽ ഞാൻ അഭിനയിച്ചിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഫുൾ എന്നെ മെൻഷൻ ചെയ്തിട്ടായിരുന്നു എല്ലാവരും കമൻറ്റ്സ് ഇട്ടിരുന്നത്. സോ ഭയങ്കര ഹാപ്പി. എനിക്ക് ഇത്രത്തോളം ഫാൻസ് അല്ല, എന്നെ ഇത്രത്തോളം പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇനിയും ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുകയാണ്. അതെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. സോ ഒരുപാട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം. രേണു സുധി. അയ്യോ എന്തിരലിമ. സുണിച്ചേട്ടൻ്റെ ഗ്ലാസ് ആണ് ഡ്രൈവർ ഇല്ലാത്ത കാറിൽ നിന്നും ഇറങ്ങി വന്ന രേണു സുധി പറയുന്നത്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ആ വീഡിയോ എടുക്കുന്ന ആളില്ലേ, അത് ഞാനാ. നിനക്ക് എന്തൊക്കെ അറിയണോടാ? പ്ലെയിൻ ഗ്ലാസ് ആണോ? ആ ഡ്രൈവറാണ് ആ വീഡിയോ എടുക്കുന്നത്. ആ വണ്ടിയുടെ ഡ്രൈവറില്ലായിരുന്നു, അവനാണ് കറങ്ങി ഇറങ്ങി വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. എറണാകുളം ജില്ലയിൽ പരിപാടിക്ക് വന്നെങ്കിൽ 5,000 റുപ്പീസ് വണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്യാം. മീഡിയക്കാര് കൂടെ ഉണ്ടാവും. അത് ഈ 5,000 നിൽക്കുമല്ലോ. അപ്പൊ ഈ 5,000 രൂപക്ക് ആറാട്ടെണ്ണ മീഡിയാസ് കൂടെ ഉണ്ടാവും. മെസ്സേജ് അടക്കുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അടക്കുക. ആറാട്ടെണ്ണ വേണ്ടവര് വെറും 5,000 മീഡിയക്കാരും ഉണ്ടാവും അണ്ണന്റെ കൂടെ. എറണാകുളം 5,000 രൂപ ഞാൻ തരാം, വരാതിരിക്കാവോ? ഇതിൽ ടിക്ടോക്ക് ഒക്കെ ചെയ്തോണ്ടിരുന്നവരല്ലേ പണ്ട്. ബാക്കിൽ എന്തോ നിൽക്കുന്നേ? കോൾഗേറ്റിന്റെ ക്ലോസപ്പിന്റെ വല്ല പരസ്യം വല്ലാണ്. എല്ലാരും പല്ല് കാണിച്ചു എനിക്കെന്താ? അടുത്തത് അലൻ ജോസ് പെരേര എവിടെയോ മാരേജ് ഫംഗ്ഷന് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കാലില് പട്ടിത്തീട്ടോ എന്തോ പറ്റിയെന്ന് തോന്നുന്നു. 2 ചെരുപ്പിലും പറ്റിയെന്ന് തോന്നുന്നു. ലിങ്കേശൻ ചപ്പാത്തിയാ? யாரா நீங்களா? ചപ്പാത്തിയൊക്കെ എടുത്ത് മുഖത്ത്. അടുത്ത മലം കൾട്ട. അതെയോ? അതെയോ? ഇയാള് നല്ലയാണല്ലോ. ഇയാളങ്ങ് തെളിഞ്ഞിരിക്കുവാന്നല്ലോ എല്ലാത്തിലും. ഗൈസ്, ഞാനൊരു കാര്യം പറയാം. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട്. പുള്ളി ഒരു സിനിമയൊക്കെ ചെയ്ത സമയത്ത് അയാൾ ഓരോ ഇൻ്റർവ്യൂവിലും വിളിച്ചിരുത്തി അയാളെ മാക്സിമം തരം താഴ്ത്തിയിട്ടുണ്ട്. ഒരുപാട് ഫോൺ കോൾസ് യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് അയാളെ വിളിച്ച് തെറി വിളിക്കുന്നതും. പിന്നെ നമ്മളെ സിനിമയിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ഇപ്പം ലിജോ ജോസ് പള്ളിശ്ശേരി ഉൾപ്പെടെയുള്ള ഒരു ഫംഗ്ഷനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്. അതിനകത്ത് ഈ സന്തോഷ് പണ്ഡിറ്റ് നിന്നപ്പോൾ ആളെ വിളിച്ചിരുത്തിയിട്ട് ഭയങ്കര മോശമാക്കിയിട്ട് ഈ കോമഡിയിലൊക്കെ അന്ന് പ്രമുഖരായിട്ട് നിന്ന പലരും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, ഇന്ന് അയാൾ ഇന്നെന്നല്ല അന്നും ഇന്നും അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഓരോ ഇൻ്റർവ്യൂ ആണെങ്കിലും പുള്ളിയുടെ വ്ളോഗുകളിലാണെങ്കിലും പുള്ളി പറയുന്നതിലൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. പുള്ളി പക്കാ ലോജിക്കലായിട്ട്, വളരെ ലോജിക്കലായിട്ടായിരുന്നു പുള്ളി സംസാരിക്കുന്നത്. ബാല പറയുന്ന പോലെ അത്ര നല്ലൊരു ഹ്യൂമൻ ബീയിങ്. അത് മാത്രമല്ല, പുള്ളി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, പുള്ളി പറയുന്ന കാര്യങ്ങളിൽ എന്തോരം നമ്മളെ ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അയാളെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യവന്മാരെയൊക്കെ അയാളുടെ 7 നിർത്താൻ കൊള്ളത്തില്ല.
അല്ലേ? ഇവന്മാരെ ഇങ്ങനെ കൊണ്ടുവന്ന് കോമാളി വേഷം കെട്ടിച്ച് കാശുണ്ടാക്കുന്ന മറ്റ് മീഡിയാസ്, ഞാൻ ഉൾപ്പെടെ, എന്തിന് ഞാനും അത് തന്നെയല്ലേ ചെയ്യുന്നത്. സോ അങ്ങനെ ഈ മണ്ടന്മാരത് അറിയുന്നുമില്ല. ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് പെണ്ണ് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണെന്ന് തോന്നുന്നു. പെണ്ണ് കിട്ടണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കിടന്നാൽ ഏതെങ്കിലും പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നു? പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ എന്താ ഒരു കുഴപ്പമില്ല എൻ്റെ മോക്ക്. കുഴപ്പമൊക്കെ ഞങ്ങൾക്കാണ് കുഴപ്പം മൊത്തം. മക്കള് പറ. അയ്യോ, എന്താ കണി വണക്കാത്ത? അത് ശരി, അത് പറ. ഞങ്ങളൊക്കെ കരി വരയ്ക്കുമ്പോൾ കണ്ണിങ്ങനെ കറങ്ങി ബാക്കിൽ പോയിട്ട് ഇവിടുത്തെ മെഡില്ല അബ്ലോങ് ആയിട്ട് കറങ്ങി വന്ന് ഫ്രണ്ടിലിരിക്കും. ഇല്ല, അതവരുടെ തെറ്റിദ്ധാരണയാണ്. നിന്റെ ടിക്ടോക്ക് കാണുന്ന ഞങ്ങളാണ് കരയാറ്. പറ. ആരടാ ഈ കൊച്ചിനോട് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? അത് അവിടെ എവിടെങ്കിലും ഇരിക്കത്തില്ലേ? ആണോ? ഞങ്ങളെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് മാറും, എന്നിട്ട് മൂക്ക് ഇവിടെ വരും. കണ്ണിടയ്ക്കിടയ്ക്ക് കണ്ണെവിടെയോ പോവും. പിന്നെ ഞാൻ തപ്പിയെടുത്താണ് കൊണ്ട് വെക്കാറ്. മുതുക്ക് കൂത്ത്. നിന്നോട് ഞാൻ എത്ര നേരമായിട്ട് പറയണേ? പൊന്നു ചേട്ടാ, ഞാനിത് ഫുള്ള് കാണുന്നില്ല. കാരണം ഇവൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിച്ചു പോകും. ഈ മുതുക്കൂത്തിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കളയുന്നില്ല. സോ നെക്സ്റ്റ്. ഈ പുള്ളിയുടെ വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. എന്താ സംഭവം? ഓ, wow. എടാ, ഇത് ഇയാളെ ട്രോളാൻ നമുക്ക് എന്ത് യോഗ്യത? നമുക്കല്ല, എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? ആ പുള്ളി എത്ര എൻജോയ് ചെയ്തിട്ട് എത്ര ഫ്രീ ആയിട്ടാണ് പാട്ട് പാടുന്നത്. ഞാൻ പാടുന്നതിനെ കൈക്കൊള്ളാം. ബ്രോ സൂപ്പർ. ഒരുപാട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് പുള്ളിയുടെ വീഡിയോയിൽ, കുറച്ച് ഫണ്ണായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഹി ഇംപ്രൂവ്ഡ് അലൗട്ട്. ബ്രോ സൂപ്പർ. ഇപ്പം കണ്ടില്ലേ, പ്രാക്ടീസ് ചെയ്താൽ എന്തും നമുക്ക് നേടിയെടുക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്രോ പാടിയത്. ബ്രോയുടെ പേരെനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ബ്രോയെ മെൻഷൻ ചെയ്യും. അപ്പം ഇന്ന് ഇത്രയും മാത്രമേ അല്ല, പുള്ളിയുടെ ഒരു വീഡിയോ കൂടെ കിടക്കുന്നുണ്ട്, ഒരു പാട്ടും കൂടെ. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്തോ
Baby, he loves you, loves you, loves you so much. Baby, he loves you, loves you, loves you so much. സൂപ്പർ ബ്രോ, അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്രോ. ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റിയാക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.